ഹലോ, വീണ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു മാംഗോ കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഒരു ഹാഫ് കപ്പോളം നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഫോർക്ക് ഉപയോഗിച്ചാൽ മതി, അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. ഇനി നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ബീറ്ററോ ഡിസ്കോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫോർക്കാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞത് നല്ല പഴുത്ത മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളം ചേർക്കാതെ നമ്മളൊന്ന് അടിച്ചെടുക്കണം. പൾപ്പാണ് വേണ്ടത്. അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അത് കഴിഞ്ഞതാ ഞാൻ 1 കപ്പോളം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദയാണ് എടുക്കുന്നത്. ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ 1 സ്പൂണോളം, ബേക്കിംഗ് സോഡ 1/4 സ്പൂണോളം, ഒരു ലേശം ഉപ്പും, ഒരു 1/2 സ്പൂണോളം ഞാനൊരു വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറേശ്ശെയായിട്ട് ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് വാനില എസൻസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മാംഗോൻ്റെ ഫ്ലേവർ വിട്ടു പോകരുത്, അധികം ഒഴിക്കരുത്. മാംഗോൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിവിടെ ഓവനൊന്നല്ല ഉപയോഗിക്കുന്നത്. ഞാനിതങ്ങനെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ബേക്ക് ചെയ്യണതാണ് കേട്ടോ. അതായത് ഞാൻ കേക്കും കുക്കീസും എല്ലാം ഇതിലാണ് ചെയ്യുന്നത്. അതാണ് അതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നിനും ഞാൻ ഉപയോഗിക്കാറില്ല. അത് കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടവിയിട്ട് ഞാനിത് കുഴച്ച് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ റെഡിയായി കിട്ടും. നമ്മുടെ കുക്കീസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റാണ്. മധുരം കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ് കേട്ടോ. നമ്മളിത് ശരിക്കും സ്മൂത്തും ക്രഞ്ചിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്